ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പവർ ഇലക്ട്രോടെക്കി. ഇന്നത്തെ റീസ്റ്റോറേഷൻ വീഡിയോ ഈ സൗണ്ട് ബാറിന്റെയാണ്. ഈ സൗണ്ട് ബാർ എൻ്റെ കയ്യിൽ കിട്ടുമ്പോഴുള്ള അവസ്ഥയാണ് നിങ്ങൾ കാണുന്നത്. വളരെ മോശമായ ഒരു അവസ്ഥയായിരുന്നു. നിറയെ പൊടിയും ചെളിയും പിടിച്ച് നിറച്ച് സ്ക്രാച്ച്. ഇതവരെ അടിച്ചു പൊട്ടിക്കാൻ തുടങ്ങിയപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങിയെടുത്തത്. ഈ സൗണ്ട് ബാറിന് നമ്മൾ കൊടുത്ത പൈസ വെറും 140 രൂപയാണ്. ടെസ്ല എന്ന് പറഞ്ഞ ഏതോ ബ്രാൻഡിന്റെ ബ്ലൂടൂത്ത് സൗണ്ട് ബാറാണിത്. അപ്പോൾ നമുക്ക് നേരെ റീസ്റ്റോറേഷൻ പ്രോസസ്സിലേക്ക് പോകാം. ഇതാണ് ഇതിന്റെ അവസ്ഥ. ഒന്നും കൂടി നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഏതായാലും ഒന്ന് അഴിച്ച് വേർപെടുത്തിയെടുക്കാം. ആദ്യം തന്നെ ഇതിന്റെ ഫ്രണ്ട് ഗ്രില്ല് ഊരി മാറ്റാം. ഗ്രില്ലിന്റെ അടിവശത്താണ് സ്ക്രൂ വരുന്നത്. ഇതിന്റെ ഗ്രില്ലിന്റെ മുകളിലെല്ലാം തുരുമ്പുണ്ട്. ആ തുരുമ്പെല്ലാം നമുക്ക് നീക്കം ചെയ്ത് പെയിന്റ് ചെയ്തെടുക്കണം. ഇതുപോലെയുള്ള വെറൈറ്റി റീസ്റ്റോറേഷൻ വീഡിയോ കാണുവാനായി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാത്തരം വെറൈറ്റി റീസ്റ്റോറേഷൻ വീഡിയോസും നമ്മുടെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. റീസ്റ്റോറേഷൻ ലോങ് വീഡിയോ, റീസ്റ്റോറേഷൻ ഷോർട്ട് വീഡിയോ, റിപ്പയറിംഗ് വീഡിയോസ് എല്ലാം നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ആരും ഇത് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കുക. ഇനി നമുക്ക് ഇതിന്റെ സ്ക്രൂ എല്ലാം അഴിച്ചു മാറ്റിയെടുക്കാം. ഇങ്ങനെയുള്ള സ്ക്രാപ്പ് ഐറ്റംസ് നമ്മൾ റീസ്റ്റോറേഷൻ ചെയ്തെടുത്ത് അത്ര ഈ വേസ്റ്റ് കുറഞ്ഞു കിട്ടും. ഈ സൗണ്ട് ബാറിന്റെ ഉള്ളിൽ വരുന്നത് 2 ഇഞ്ചിന്റെ സ്പീക്കറാണ്. സാധാരണ ഇങ്ങനെയുള്ള സൗണ്ട് ബാർ വരുന്ന 5 വാട്ട്സിന്റെ 3 ഓംസ് അല്ലെങ്കിൽ 4 ഓംസിന്റെ സ്പീക്കർ ആയിരിക്കും. ഇത് തുറക്കുമ്പോൾ അറിയാം അതിന്റെ ഉള്ളിലുള്ള അവസ്ഥ. ഇതിന്റെ ഉള്ളിൽ വരുന്നത് 5 വാട്ട്സിന്റെ 2 സ്പീക്കർ ആയിരിക്കാം. അപ്പോൾ നമ്മൾ ബ്ലൂടൂത്ത് പോർട്ടബിൾ സൗണ്ട് ബാർ തുറക്കാൻ പോവുകയാണ്. ഇങ്ങനെയായിരിക്കും ഒരു സൗണ്ട് ബാറിന്റെ ഉൾവശം വരുന്നത്. സെൻട്രലായിരിക്കും ആംപ്ലിഫയറും ബാറ്ററിയും പിന്നെ പ്രീ ആംപ്ലിഫയറും എല്ലാം വരുന്നത്. നോക്കിക്കേ ഫ്രണ്ട്സ്, ഈ സ്പീക്കറിന്റെ പേപ്പർ എല്ലാം കീറിപ്പോയിരിക്കുകയാണ്. അതായിരിക്കും ഇത് പതറിച്ച് വരും. ഇങ്ങനെ ഒരു കീറിൽ വന്നാൽ ഭയങ്കര പതറിച്ചേക്കും. നമുക്ക് സൗണ്ട് ഒന്നും കേൾക്കാൻ പറ്റത്തില്ല. കേൾക്കാൻ പറ്റും, പക്ഷെ പതറിച്ചേക്കും നല്ലപോലെ. അതുകൊണ്ടായിരിക്കും ഇത് ഉപേക്ഷിച്ചത്. അപ്പോൾ നമ്മൾ ഉറപ്പിച്ചു 2 സ്പീക്കർ വാങ്ങേണ്ടി വരും. 2 ഇഞ്ചിന്റെ നല്ല ക്വാളിറ്റിയുള്ള സ്പീക്കർ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അങ്ങനെ നമുക്ക് ഇവിടെ നിന്ന് ഒപ്പിക്കാം. ഈ സ്പീക്കറിന്റെ വയറെല്ലാം പിടിപ്പിച്ചെടുക്കാം. ഈ സ്പീക്കറിന്റെ ഇംപിഡൻസ് നോക്കിയപ്പോൾ നമുക്ക് കാണാൻ സാധിച്ചത് 3 ഓംസ് ആണ്. ഇംപിഡൻസ് കൂടി തെറ്റാൻ സൗണ്ട് കുറയും. 3 ഓംസിന്റെ സ്പീക്കർ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമുക്കൊരു 4 ഓംസിന്റെ സ്പീക്കർ ഇടാം. 8 ഓംസിന്റെ തീർത്തും സൗണ്ട് കുറയും. ഇതുപോലെ ഒരു 2 ഇഞ്ച് സ്പീക്കർ കിട്ടാനില്ലെങ്കിൽ പഴയ LCD ടിവിയിൽ നമുക്ക് ഇതുപോലെ സ്പീക്കർ ഊരി എടുക്കാൻ പറ്റും. എന്റെ ഈ പാനിൽ പോയ പഴയ LCD ടിവി ഇരിപ്പുണ്ട്. അതിന്റെ സ്പീക്കർ ഇതിന്റെ സ്പീക്കറുമായിട്ട് മാച്ച് ചെയ്യും. അതിന്റെ 2 ഇഞ്ചിന്റെ സ്പീക്കറാണ്. നമുക്ക് ആ സ്പീക്കർ ഊരി ഇതിനെ നമുക്ക് വെക്കാം. ഇനി ഇതിന്റെ ബോഡി പാർട്സ് എല്ലാം നന്നായി നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. വാഷിംഗ് കഴിഞ്ഞ ഇതിന്റെ ബോഡി പാർട്സ് എല്ലാം നന്നായി റബ്ബ് ചെയ്ത് പോളിഷ് ചെയ്തെടുക്കണം. എന്നാലും ഇതിന്റെ മുകളിലുള്ള സ്ക്രാച്ച് റബ്ബിംഗ് പ്രോസസ് 5 മണിക്കൂറോളം എടുത്തു. വീഡിയോയിൽ നിങ്ങൾ സ്പീഡ് കൂട്ടി കാണിക്കുന്നതാണ്. സർക്കുലർ മോഷനിൽ നന്നായിട്ട് തന്നെ റബ്ബ് ചെയ്തെടുക്കണം. ഇങ്ങനെയുള്ള സ്ക്രാപ്പ് ഐറ്റംസ് കിട്ടുമ്പോൾ ഒറ്റ സ്ക്രാച്ച് പോലും ഇല്ലാതെ തന്നെയാണ് ഞാൻ റീസ്റ്റോറേഷൻ ചെയ്തെടുക്കുന്നത്. നമ്മൾക്ക് സമയപരിമിതി ഉണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ സ്പീഡ് കൂട്ടി കാണിക്കുന്നത്. ഇങ്ങനെ റബ്ബ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ സർഫസിൽ തരിപ്പൊടി പോലും വരാൻ പാടില്ല. പൊടിയോടുകൂടി റബ്ബ് ചെയ്താൽ പിന്നെയും സ്ക്രാച്ച് ആകും. നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് വേണം റബ്ബ് ചെയ്യാൻ. ഇനി ഇതിന്റെ ഫ്രണ്ട് പാനൽ നമുക്കൊന്ന് റബ്ബ് ചെയ്തെടുക്കാം. റബ്ബിങ് കഴിഞ്ഞ് ഇതിന്റെ ഗ്രില്ലുകളെല്ലാം നമുക്കൊന്ന് പെയിന്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് സ്പ്രേ പെയിന്റ് ആണ്. ഇങ്ങനെയുള്ള സ്പ്രേ പെയിന്റ് യൂസ് ചെയ്യുമ്പോൾ മാസ്ക് നിർബന്ധമായിട്ട് വെക്കുക. പിന്നെ നല്ല കാറ്റുള്ള സ്ഥലങ്ങളിൽ വെച്ച് സ്പ്രേ പെയിന്റ് അടിക്കാതിരിക്കുക. സ്പ്രേ പെയിന്റ് അടിച്ചിട്ട് 3 മണിക്കൂറോളം ഉണങ്ങാൻ വെക്കുക. ഇനി നമുക്ക് അതിന്റെ ഫ്രണ്ട് പാനലിൽ വരുന്ന ആംപ്ലിഫയർ അടക്കമുള്ള PCB സെറ്റ് ചെയ്യും. PCB പ്രത്യേകിച്ച് കംപ്ലൈന്റ് ഒന്നും ഇല്ലായിരുന്നു. ഇത് കംപ്ലൈന്റ് വന്ന 2 സ്പീക്കറിനാണ്. ആ 2 സ്പീക്കറുകൾ ചേഞ്ച് ചെയ്യണം. ഇതിന്റെ കണക്ടറുകളിൽ വയറുകളിൽ യഥാസ്ഥാനത്ത് തന്നെ ഫിക്സ് ചെയ്യുക. അതുപോലെയുള്ള ചെറിയ സൗണ്ട് ബാറുകളിൽ സിംഗിൾ ബാറ്ററി ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഇനി ഫ്രണ്ട് പാനലിൽ തിരികെ സെറ്റ് ചെയ്യുക. ഫ്രണ്ട് പാനലിലെ സ്ക്രാച്ച് മാറ്റാൻ കുറെ സമയം റബ്ബ് ചെയ്യേണ്ടി വന്നു. എന്നിട്ടാണ് ഇതൊന്ന് വൃത്തിയാക്കി കിട്ടിയത്. ഇതേപോലെയുള്ള റീസ്റ്റോറേഷൻ വീഡിയോ കാണുവാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് ഈ ബോർഡ് ഫിക്സ് ചെയ്യാനുള്ള സ്ക്രൂ എല്ലാം തിരിച്ചിട്ട് കൊടുക്കാം. ഇതിന്റെ USB സോക്കറ്റിൽ കൊറോഷൻ വന്നിരിപ്പുണ്ടായിരുന്നു. അതെല്ലാം നമ്മൾ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി. ഈ PCBയിൽ ഓഡിയോയ്ക്ക് വേണ്ടി 2 IC ആണ് വെച്ചിരിക്കുന്നത്, ലെഫ്റ്റും റൈറ്റും. ഇങ്ങനെയുള്ള സ്ക്രാപ്പ് ഐറ്റംസ് നമ്മൾ റീസ്റ്റോറേഷൻ ചെയ്ത് പുതിയതാക്കി എടുത്ത് വർക്ക് ചെയ്യിപ്പിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ കിട്ടുന്ന ആനന്ദം വലുതാണ്. ആരോ വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ ഈ സൗണ്ട് പാട്ട് നമ്മൾ വീണ്ടും പുനർജീവൻ കൊടുക്കാൻ പോവുകയാണ്. ഇങ്ങനെ റീസ്റ്റോറേഷൻ ചെയ്തെടുത്ത സാധനങ്ങളുടെ വലിയൊരു ശേഖരം തന്നെ എന്റെ വീട്ടിലുണ്ട്. ഇനി നമുക്ക് ഈ ഫ്രണ്ട് പാല് തിരിച്ച് സെറ്റ് ചെയ്യാം. ഇനിയും നമ്മുടെ ചാനലിൽ ആംപ്ലിഫയറിന്റെയും സൗണ്ട് ബാറിന്റെയും ഒക്കെ റീസ്റ്റോറേഷൻ വരുന്നതാണ്. അതിനായി സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. ഇനി നമുക്ക് സ്പീക്കറുകൾ തിരിച്ച് സെറ്റ് ചെയ്യാം. ഇതാണ് പഴയ പോയ സ്പീക്കർ. അതിന്റെ പേപ്പർ കണ്ടില്ല, എല്ലാം കീറിപ്പോയി, മൊത്തം പോയി. കണ്ടിന്യൂറ്റി കിട്ടുന്നില്ല. മീറ്റർ വെച്ച് ചെക്ക് ചെയ്ത ഭാഗം ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. കണ്ടിന്യൂറ്റി കിട്ടുന്നില്ലായിരുന്നു. 2 സ്പീക്കറും പോയി. ഇതാണ് നമ്മൾ പഴയ LCD ടിവിയിൽ നിന്ന് ഊരിയെടുത്ത സ്പീക്കർ. നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യാം. ഇതിന്റെ വയറുകളെല്ലാം സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക. ഇങ്ങനെയുള്ള സ്പീക്കറുകളിലെ വയർ കണക്ട് ചെയ്യുമ്പോൾ പൊളാരിറ്റി മാറാതെ കൊടുക്കുക. പോസിറ്റീവ് നെഗറ്റീവിലും കൊടുക്കുക. മാറിപ്പോരുത്. സ്പീക്കർ 2 കണക്ട് ചെയ്തിട്ട് നമുക്കൊന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. ഇങ്ങനെയുള്ള 2 ഇഞ്ചിന്റെ സ്പീക്കറെല്ലാം ഓൺലൈൻ വാങ്ങാൻ കിട്ടും, പക്ഷെ അത് വലിയ ക്വാളിറ്റി കാണുകയില്ല. ക്വാളിറ്റിയുള്ള 2 ഇഞ്ചിന്റെ സ്പീക്കർ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഒരു 4 ഇഞ്ചിക്കാണ് കുറച്ച് ക്വാളിറ്റിയുള്ള സാധനങ്ങൾ കിട്ടും. നമുക്ക് ഓൺലൈനിൽ കിട്ടും. 4 ഇഞ്ച്, 8 ഇഞ്ചൊക്കെ, 6 ഇഞ്ച്. ഇനി നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. വർക്കിംഗ് ആണ്.
നമുക്ക് മ്യൂസിക് വെക്കാൻ നിർവാഹമില്ല, കോപ്പിറൈറ്റ് കിട്ടും. അപ്പോൾ സംഭവം സക്സസ് ആണ്. ഇതിന്റെ ബോഡിയുടെ മുകളിലുള്ള സ്ക്രാച്ച് എല്ലാം പോയിട്ടുണ്ട്, നല്ല നീറ്റായി. ഇനി നമുക്ക് ഇതിന്റെ ബാക്ക് കവറെല്ലാം തിരിച്ച് സെറ്റ് ചെയ്യാം. FM മോഡെല്ലാം വർക്ക് ചെയ്യുന്നുണ്ടല്ലോ, ഓക്കെയാണ്. ഇനി സ്ക്രൂ എല്ലാം ടൈറ്റ് ആക്കാം. സ്ക്രൂ എല്ലാം നല്ലപോലെ ടൈറ്റ് ചെയ്യണം, അല്ലെങ്കിൽ പാട്ട് വെക്കുമ്പോൾ ബേസ് വരുമ്പോഴത്തേക്ക് ഒരു വൈബ്രേഷൻ വരും, പതറിച്ച് വരും. ഇതിന്റെ ബോഡിയിലുള്ള സ്ക്രാച്ച് എല്ലാം കളയാൻ വേണ്ടിയാണ് കൂടുതൽ സമയം വേണ്ടി വന്നത്. ഇതിന്റെ ഗ്രില്ല് നോക്കിക്കേ, പെയിന്റ് ഒക്കെ അടിച്ച് നല്ല വൃത്തിയായി, പുതിയതുപോലെയായി. ഇനി നമുക്ക് ഗ്രില്ലെല്ലാം തിരിച്ച് സെറ്റ് ചെയ്യാം. ഇത് നമ്മുടെ കിട്ടുമ്പോഴുള്ള അവസ്ഥ നിങ്ങൾ കണ്ടതല്ലേ, ഇപ്പോഴത്തെ അവസ്ഥ നോക്കിയേ, അല്ല നീറ്റ് ആയിട്ടില്ല, പുതിയതുപോലെ ആയില്ലേ. ഇതിന്റെ ബാക്ക് കവറൊക്കെ കണ്ടില്ല, പുതിയതുപോലെ നല്ല നീറ്റ് ആയിട്ടുണ്ട്. ഒരു സ്ക്രാച്ച് പോലും ഇല്ല, സിംഗിൾ സ്ക്രാച്ച് പോലും ഇല്ല, പുത്തുനായി. ഇതിൽ പാട്ട് വെച്ച് കേൾപ്പിക്കണമെന്നുണ്ട്, പക്ഷെ കോപ്പിറൈറ്റ് ഇഷ്യൂ കാരണം നമുക്ക് പാട്ട് വെക്കാൻ പറ്റത്തില്ല. എല്ലാം വർക്കിംഗ് ആണ്. അപ്പോൾ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.